17 പന്തിൽ നിന്നും 51 റൺസ്, 3 സിക്സ്, 6 4, സ്ട്രൈക്ക് റേറ്റ് ഓഫ് 268. പറഞ്ഞു വരുന്നത് സഞ്ജു സാംസനെ കുറിച്ചല്ല, നമ്മളൊരു പവർ പ്ലേ കഴിയുമ്പോഴേക്കും പറഞ്ഞു വരുന്നത് അഭിഷേക് ശർമ്മയെ കുറിച്ചാണ്. ആരാ അഭിഷേക് ശർമ്മ? ഈ ടൂർണമെന്റിൽ ഉടനീളം തിളങ്ങാത്ത അഭിഷേക് ശർമ്മയെ സഞ്ജു പറഞ്ഞ വാചകം കഴിഞ്ഞ മത്സരത്തിൽ ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ദിവസമായിരിക്കും ഫൈനൽ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഈ മനുഷ്യൻ ഇയാൾക്ക് കൊടുത്ത സപ്പോർട്ട് എല്ലാം കൊണ്ട് ടീം മാനേജ്മെന്റ്, ഗൗതം ഗംഭീർ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കൊടുത്ത സപ്പോർട്ട്, ഈ ടൂർണമെന്റിലുടനീളം തിളങ്ങിയില്ലെങ്കിൽ പോലും നീ തിളങ്ങും, ഫൈനലിൽ നീ കളിക്കുമെന്ന് പ്രതീക്ഷിച്ച് കൊടുത്ത് ഇന്ത്യൻ ടീമിനെ അൺചേഞ്ച്ഡ് ആക്കി ആ ടീമിലുള്ള 11 പ്ലേയേഴ്സിനും കോൺഫിഡൻസ് കൊടുത്ത ടീം മാനേജ്മെന്റിന് കൊടുക്കണം ഒരു വലിയ കയ്യടി. ആ കയ്യടിയുടെ ഫലമാണ് അഭിഷേക് ശർമ്മ തന്നിരിക്കുന്ന ഇന്നിങ്സ് എന്ന് പറയേണ്ടി വരും. 3 സിക്സ്, 6 4 നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ, ഇത്രയും വലിയൊരു ഗ്രൗണ്ടിൽ ന്യൂസിലൻഡ് പേസർമാരെ ഓർക്കണം. പിച്ച് പേസേഴ്സിന് അനുകൂലമാണ്, കൃത്യമായി റെഡ് സോയിൽ ബ്ലാക്ക് സോയിലൊക്കെ മിക്സ് ചെയ്തുകൊണ്ടൊരു പിച്ച്, അതിനകത്ത് പേസേഴ്സിന് അനുകൂലമായതുകൊണ്ട് തന്നെ മെക്കാൻകിയെ മാറ്റിയിട്ട് ഡഫയെ കൊണ്ടുവന്ന് സാൻഡറിൻ്റെ ഒരു മിന്നൽ തന്ത്രം, രാജതന്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന് ഈ മനുഷ്യൻ അതെല്ലാം കൂടി 8 ആക്കി ദൂരത്തോട്ട് എറിയുന്ന കാഴ്ചയാണ് കണ്ടത്. അഭിഷേക് തിളങ്ങുന്നതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്ക് കൊടുക്കേണ്ട ഒരു സ്റ്റാർട്ട് കൊടുത്തു എന്നുള്ളതാണ്. അതായത് അഭിഷേക് പവർ പ്ലേക്ക് ശേഷം പുറത്താകുന്ന ഒരു കാഴ്ച ഉണ്ടായെങ്കിൽ പോലും, അഭിഷേക് പവർ പ്ലേക്ക് ശേഷം പുറത്തായെങ്കിൽ പോലും ഈ പവർ പ്ലേക്ക് കൊടുത്ത ഒരു എന്താ പറയുക, ഒരു പുഷ് എന്ന് പറയുന്ന സാധനമുണ്ട്. ആ പുഷ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിരുന്നു. അല്ലെങ്കിൽ എല്ലാം കൂടി ഈ മനുഷ്യൻ്റെ തോളിൽ മാത്രമായിട്ട് നിന്നതിന് അതിന് പകരം അഭിഷേകം കൂടി ഇറങ്ങി കളിച്ചപ്പോഴേക്കും നമ്മൾ കണ്ടത് ഒരു വിക്കറ്റ് നഷ്ടമാവുന്നു 8ാമത്തെ ഓവറിൽ നിൽക്കുമ്പോഴെങ്കിൽ പോലും അഭിഷേക് ശർമ്മ എന്താണോ ടീമിന് വേണ്ടിയിരുന്നത് ആ 50 റൺസ് അടിച്ചു. അഭിഷേക് ഇതിന് മുമ്പ് ഒരു 50 അടിച്ചതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അഭിഷേകിൻ്റെ ഫോം തിരിച്ചു കിട്ടുന്ന ഒരു ഇന്നിങ്സാണ്. അഭിഷേക് പുറത്താകുമ്പോൾ പോലും കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചതും അത് അത്രമാത്രം അനിവാര്യമായതുകൊണ്ടാണ്, ആ ഇന്നിങ്സിന് അത്രയ്ക്ക് വാല്യൂ ഉള്ളതുകൊണ്ടാണ്. എന്നാലും 21 പന്തുകളിൽ നിന്നും അഭിഷേക് പുറത്താകുമ്പോൾ രച്ചിൻ രവീന്ദ്രയുടെ സ്പിന്നിൽ അഭിഷേക് ശർമ്മ കുടുങ്ങുന്നു. ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ടേക്കിംഗ് ആണ് അഭിഷേക് ശർമ്മ, അത് പുറത്താവുന്നു. എന്തായാലും 3 സിക്സ്, 6 4 21 പന്തുകളിൽ നിന്നും 52 റൺസുമായിട്ട് അഭിഷേക് ശർമ്മ പുറത്താകുമ്പോൾ ഇന്ത്യക്ക് ആദ്യത്തെ വിക്കറ്റ് 7.1 ഓവർ. രച്ചിൻ രവീന്ദ്രയുടെ ആദ്യത്തെ പന്തിൽ തന്നെ അഭിഷേക് ശർമ്മ പുറത്താകുമ്പോൾ 98 റൺസിന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യൻ ടീം ബാറ്റിംഗ് തുടരുമ്പോഴേക്കും കയ്യടികൾ കൊടുക്കണം അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സിന്, ഗംഭീരമായ കളിക്ക്, പവർ പ്ലേ ഡോമിനേറ്റ് ചെയ്തതിന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.